ഹായ്, നമുക്കിത് പെട്ടെന്നൊരു കീമ ബിരിയാണി ഉണ്ടാക്കിയാലോ. കീമ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുക്കർ എടുക്കാം. അതിനകത്തൊരു നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനകത്തോട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, കച്ചോലം, ഏലക്ക അങ്ങനത്തെ സാധനങ്ങൾ ഇട്ടതിന് ശേഷം ഒരു 3 സവോള എടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് ഫൈനായിട്ട് സവോള അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. ഞാൻ പെട്ടെന്ന് അരിഞ്ഞെടുത്തത് കൊണ്ട് ഇച്ചിരി മുഴുപ്പിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി വഴറ്റി കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. വഴറ്റി കിട്ടിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ടേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ചെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മുടെ വഴന്ന് കഴിയുമ്പോഴേക്കും അതിൻ്റെ അകത്തോട്ടേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ശകലം ബിരിയാണി മസാല ഇത്രയും നന്നായിട്ട് ചേർത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ടത് തീ കുറച്ചിട്ട് മൂപ്പിച്ചിട്ടതിന് ശേഷം വയ്ക്കും കീമ ഇറച്ചി, അതായത് ഞാൻ ബീഫിൻ്റെയാണ് ഇറച്ചിയാണ്. ഈ ഇറച്ചി നമുക്ക് നന്നായിട്ട് അരച്ചതാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ കാരണമച്ചിനാത്താന്ന് പറയും. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ പൈസ ഒന്നും ആയില്ല. അത് ഞാൻ ബീഫിൻ്റെയാണ് വാങ്ങിയത്. അത് ഈ മസാലയ്ക്കകത്ത് നന്നായിട്ട് വേവുന്നേരം വരെ ഇളക്കി വേവിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഒരു 2-3 തക്കാളി അരച്ച് മിക്സിയിലിട്ട് അരച്ച് അതിനകത്ത് ചേർക്കാം. അപ്പോൾ നമുക്ക് തക്കാളി കുറച്ച് അരച്ചില്ലെങ്കിലും നമുക്ക് ഈ ടൊമാറ്റോയുടെ പുര നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് അതിനകത്തോട്ടേക്ക് ചേർത്ത് നന്നായിട്ട് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ടേക്ക് നമ്മുടെ ഒരു അരമണിക്കൂറോളം കുതിർത്തി വെച്ചിരിക്കുന്ന ബസുമതി അരി അതിൻ്റെ മണ്ടയിലോട്ട് ഇടുക. അത് മിക്സ് ചെയ്യേണ്ട, അതിൻ്റെ മണ്ടക്കിലോട്ട് ഇട്ടാൽ മതി. പിന്നെ അതിന് ശേഷം അതിനകത്തേക്കൊരു ഞാനൊരു 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ അതിനൊരു 2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടക്കിലോട്ട് നമ്മുടെ ഒരു ബൂറോ നെയ്യ് ബട്ടർ ചേർക്കുക. ഒരു നാരങ്ങ അല്ലെങ്കിൽ ഒരു നാരങ്ങ നമുക്കൊന്ന് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ മുകളിലോട്ട് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് നോക്കുക. അതിന് ശേഷം നമ്മൾ കുക്കർ മൂടി വയ്ക്കുക. ഒരൊറ്റ വിസിൽ മതി. ബസുമതി റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. ഒരു വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. അതിന് ശേഷം അത് തുറക്കുക. തുറന്ന് കഴിയുമ്പോഴേക്കും ഒരു ഹാഫ് വേവ് നമുക്ക് കിട്ടും. അതിന് ശേഷം അതൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ പാകത്തിന് കിട്ടും. പിന്നെ നമുക്ക് അതിൻ്റെ മേലോട്ട് മല്ലിയിലയോ കാഷ്യൂനട്ടോ മുന്തിരിങ്ങയൊക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിടാം.